ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരാനപ്രേമിയെയും തൻ്റെ അഴകുകൊണ്ട് വശീകരിക്കാൻ പ്രാപ്തിയുള്ള ഒരു അസൽ ആസാമി ആന ചന്തം. ഏതാനും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ആസാമിൽ നിന്നും ദൈവത്തിൻ്റെ സ്വന്തം നാടായ മലയാള മണ്ണിലേക്ക് എത്തിച്ചേർന്നവൻ വെൺമണി നീലകണ്ഠൻ. എറണാകുളം ജില്ലയിലെ ആലുവായിൽ തടിക്കച്ചവടം നടത്തിയിരുന്ന ജോസ് എന്ന വ്യക്തിയാണ് ഇവനെ ആദ്യമായി കേരളത്തിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് ചില കാരണങ്ങളാൽ കരുനാഗപ്പള്ളിയിലെ വവ്വാക്കാവ് എന്ന സ്ഥലത്തേക്ക് കൈമാറ്റം ചെയ്തു. കുറച്ചുകാലം അവിടെ നിന്ന ആനയെ 2007 ആലപ്പുഴ ജില്ലയിലെ വെൺമണി എന്ന കൊച്ചു ഗ്രാമത്തിൽ ഗോപാലകൃഷ്ണപിള്ള എന്ന വ്യക്തി സ്വന്തമാക്കി. അങ്ങനെ അവൻ വെൺമണി ഗ്രാമത്തിൻ്റെ പൊന്നോമനയായി വെൺമണി നീലകണ്ഠനായി മാറി. ഒരു ദൈവനിയോഗം പോലെ വെൺമണി കൂയിപ്പുറത്ത് വീട്ടിൽ വന്നു ചേർന്ന നീലകണ്ഠൻ വെൺമണി ഗ്രാമത്തിൻ്റെ പ്രശസ്തി തൻ്റെ പേരിനൊപ്പം തന്നെ നിലനിർത്തി. വന്ന കാലത്ത് അല്പസ്വല്പം കുസൃതികളും കുറുമ്പുമൊക്കെ ഒപ്പിച്ചിട്ടുള്ള നീലകണ്ഠൻ ഇന്ന് വളരെ പക്വതയുള്ള ലക്ഷണമൊത്തൊരു കൊമ്പനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിലത്തിഴയുന്ന തുമ്പിയും ഉയർന്ന തലക്കുന്നിയും വലിയ വായുകുംഭവും വീണെടുത്ത് അകന്ന കൊമ്പുകളും 18 നഖങ്ങളും 9.5 അടിയിൽ കുറയാത്ത ഉയരവുമാണ് നീലകണ്ഠൻ്റെ പ്രത്യേകതകൾ. പൊതുവെ ശാന്തശീലനായിരുന്ന നീലകണ്ഠന് ഒന്നാം ചട്ടക്കാരനുമായി നല്ല ആത്മബന്ധമാണുണ്ടായിരുന്നത്. നീരുകാലത്ത് പോലും ഒന്നാം പാപ്പാന് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നീലൻ നൽകിയിരുന്നു. മുൻകാലങ്ങളിൽ നീലനെ വഴി നടത്തിയിരുന്നത് കേരളത്തിലെ പ്രമുഖരായ പല ചട്ടക്കാരുമാണ്. ആദ്യകാലങ്ങളിൽ അല്ലറ ചില്ലറ വികൃതികൾ കാണിച്ചിരുന്ന നീലകണ്ഠൻ നിരവധി ആനകളെ വഴി നടത്തി അനുഭവ സമ്പത്തുള്ള സിംഗം മനുവിൻ്റെ സംരക്ഷണയിൽ ശാന്തശീലനായി ഉത്സവ പരിപാടികളൊക്കെ എടുത്ത് ആന കേരളത്തിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ വർഷം വെൺമണിയിൽ നിന്നും കൈമാറ്റം ചെയ്യുന്നത്. വേണാട് ആനകളുടെ ഉടമയായ തിരുവനന്തപുരം സ്വദേശി ഉമേഷ് എന്ന വ്യക്തിക്കാണ് ആനയെ കൈമാറ്റം ചെയ്തത്. വെൺമണി ഗ്രാമത്തിൻ്റെ ഐശ്വര്യശ്രീമാനായിരുന്ന നീലകണ്ഠൻ ഇന്നിപ്പോൾ വേണാട് നീലകണ്ഠൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വെൺമണിക്കാരുടെ പൊന്നോമനയായിരുന്ന നീലൻ പുതിയ ഉടമകളുടെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതനാകട്ടെ. ആന കേരളത്തിൽ തൻ്റെ പ്രശസ്തിയുടെ ഉന്നതിയിലേക്ക് എത്താൻ നീലന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.